ഹലോ, അപ്പം ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയില്ലായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസാണ് കേട്ടോ ഇത്. അത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് പൂക്കോട് തടാകത്തിലേക്കാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ മീൻ വളർത്തൽ കേന്ദ്രത്തിലെ കാഴ്ചകളാണിത്. ടാങ്കുകളിൽ മുകളിൽ നെറ്റൊക്കെ ഇട്ടിട്ട് ആമേനെയും നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് മീനിനെയൊക്കെ അവിടെ കുറേ വളർത്തുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. പുറത്തെ കാഴ്ച കഴിഞ്ഞാൽ തൊട്ടകത്തേക്ക് കയറാൻ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറച്ചും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അക്വേറിയങ്ങളിലായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് മീനിനായിട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. ഞാനിതുവരെ കാണാത്ത സൈസ് സാധനങ്ങളൊക്കെയാണ്. ചെറുതും വലുതും പലതരം കളറുള്ളതും ഒക്കെ ആയിട്ട് ഒരുപാട് മീനുകളുണ്ട്. നല്ല രസമാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ കുറേ ടൈപ്പ് മീനുകളുണ്ട്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് പോലും അറിയത്തില്ല. കുറേയൊക്കെ പേര് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ നോക്കാൻ പോകില്ല. ഇതിനെ കണ്ട് ഇങ്ങനെ ഇതുങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. നല്ല രസമാണ്. ഈ കാണുന്ന മീനില്ലേ, ഇത് മനുഷ്യരോട് പെട്ടെന്ന് ഇണങ്ങുന്ന മീനാണ്. 20 സെൻറ്റിമീറ്ററുള്ള ഇതുപോലത്തെ ഒരു മീനിന് മാർക്കറ്റിൽ 5000 രൂപ വിലയാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നറിയത്തില്ല, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ പോയി ഒന്ന് കാണാം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫിഷ് സ്പാ ഉണ്ട്. മീനിനെ കൊണ്ട് കാലിൽ മറ്റേ മസാജ് ചെയ്യിപ്പിക്കുന്നൊരു പരിപാടിയില്ല, ആ സാധനം. எப்பவும் லைஃப் திரும்பலாம், நம்புறியா நண்பா? எப்பா 2ல 1 பார்க்கலாம், நிக்கிறியா தெம்பா? எப்பவும் லைஃப் திரும்பலாம், நம்புறியா நண்பா? മീനുകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തടാകത്തിലേക്ക് ഇറങ്ങി. അവിടെ പോയുള്ള പ്രധാനപ്പെട്ട ആകർഷണം ബോട്ടിങ്ങാണ്. 4 പേർക്കും 2 പേർക്കും 7 പേർക്കൊക്കെ വിട്ട് പോകാവുന്ന പലതരത്തിലുള്ള പാക്കേജ് ബോട്ടുകളുണ്ട്. അവിടെ പെഡൽ ബോട്ടുകളാണ് കേട്ടോ, നമ്മൾ തന്നെ ചവിട്ടണം. അവരായിട്ട് തുഴഞ്ഞു ചെയ്യുന്ന ബോട്ടുകളുണ്ട്. അതിന് കുറച്ച് പൈസ കൂടുതലാണ്. ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടിയുള്ള 4 പേരുടെ ഒരു ബോട്ടാണ് എടുത്തത്. ഞങ്ങൾക്ക് 20 മിനിറ്റ് നേരത്തേക്ക് 450 രൂപയാണ് റേറ്റ് ആയത്. സമയം കൂടുന്നതിനനുസരിച്ച് പൈസ പിന്നെ കൂടിക്കൊണ്ടിരിക്കുക. 20 മിനിറ്റാണ് അവർ പറയുക. 20 മിനിറ്റുള്ളിൽ പോയിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഇപ്പോൾ ബോട്ടിങ്ങിൻ്റെ കുറച്ച് കാഴ്ചകളാണ്.
ബോട്ടിങ് കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ തടാകത്തിന് ചുറ്റും ഇൻ്റർലോക്കിൻ്റെ കട്ട വെച്ചിട്ട് ഒരു നടപ്പാത ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒന്ന് നടക്കാൻ പോയി. അപ്പോൾ തടാകത്തിന് നമുക്ക് ചുറ്റും നിന്നൊന്ന് കാണാം. നമ്മളിപ്പോൾ ബോട്ടിങ് പോയ സ്ഥലത്തിൻ്റെ പുറം വശത്ത് കൂടെ നമുക്കിങ്ങനെ നടക്കാം. വേണ്ട ഇങ്ങനെ നല്ല രസമാണ്. ഈ കാണുന്ന അങ്ങേയറ്റം മുതൽ ഈ തടാകത്തിന് മുഴുവനായിട്ട് റൗണ്ട് വെക്കാൻ ഭാഗത്തിൽ അവരെ നടപ്പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വൈകുന്നേരം ഒന്നും ആവുന്നില്ല, നല്ല വൃത്തിയുണ്ട്. ആരും ഇല്ല, പ്ലാസ്റ്റിക്കുകളോ കടലാസുകളോ ഒന്നും അവിടെ വേറെ ഇട്ടിട്ടുമില്ല. നല്ല ക്ലീനായിട്ട് അവർ നോക്കി നടത്തുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഈ പൂ പറിക്കരുത് കാണുന്ന കിടക്കുന്നില്ല, ഈ തടാകത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മൊത്തം ഒരു സൈസ് പൂവാണ് കേട്ടോ. ഒരു തരം ഒരു കളർ പൂവാണത്. അതിങ്ങനെ ഒരു സൈഡ് എല്ലാ സൈഡിലും അതിങ്ങനെ സൈഡിലോട്ടായിട്ട് ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ പറിക്കാൻ പാടില്ല എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വേലിയൊക്കെ തടാകത്തിനുള്ളിൽ തന്നെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പം തൊട്ടിപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു കൈതക്കാടുണ്ട് കേട്ടോ. ഇത് കൈതമുള്ളാണ്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. അവിടെയും വെള്ളം തന്നെയാണ്, നിറച്ചും വെള്ളമാണ്. അപ്പുറത്തും ഇപ്പുറത്തും ചുറ്റും എല്ലാം വെള്ളം തന്നെയാണ്. എല്ലാം കാണാൻ നല്ല രസമുള്ള കാര്യമാണ്. ഇടയ്ക്കൊക്കെ വന്ന് ഒന്ന് ആസ്വദിച്ചിട്ട് പോവുക. എപ്പോഴും പണിയും തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിൽ വരിക, കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുക, എന്ന് ആസ്വദിക്കുക. ഓക്കെ, അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയി ഈ കാണുന്ന ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. കൊള്ളാം, നല്ല ഹോട്ടലായിരുന്നു. അത്യാവശ്യം നല്ല എന്താ പറയുക ടേസ്റ്റൊക്കെ ഉള്ള ഫുഡാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇതിനൊരു ചെറിയൊരു മൂന്നാം ഭാഗം കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തും കൂടി പോയിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.